നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് യുവതിക്ക് പരിക്ക്. പുതുപ്പള്ളി തലപ്പാടി റോഡിന് കുറുകെ കുഴിച്ച കുഴി കൃത്യമായി മൂടിയില്ല. യുവതി ചികിത്സയിൽ. കാഞ്ഞിരപ്പള്ളി ഹൈസ്കൂളിന് പുതിയ ഇരുനില മന്ദിരം പൂർത്തിയായി. തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. കെട്ടിടം പണിതത് 3.25 കോടി രൂപ ചെലവഴിച്ച്. MG സർവകലാശാല കലോത്സവത്തിന് ഈ മാസം 26-ന് കോട്ടയത്ത് തിരിതെളിയും. തിരുനക്കര മൈതാനം പ്രധാന വേദി. 7000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളിയിൽ ജൽജീവൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റു. ഏറ്റുമാനൂർ സ്വദേശിനിക്കാണ് പരിക്കേറ്റത്. ജലജീവൻ പദ്ധതിക്കായി എടുത്ത റോഡിലെ കുഴിയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റു. ഏറ്റുമാനൂർ വലിയ വീട്ടിൽ അനിത സജേഷിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പുതുപ്പള്ളി തലപ്പാടി റൂട്ടിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ കുഴിയെടുത്തിരുന്നു. ഇതിനുശേഷം കുഴി മൂടിയെങ്കിലും ഇത് ഹമ്പിന് സമാനമായ രീതിയിൽ റോഡിൽ രൂപപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ ഹമ്പിൽ ചാടി സ്കൂട്ടർ റോഡിൽ മറിഞ്ഞാണ് അനിതയ്ക്ക് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്ന് ഇവരെ കോട്ടയം മണർകാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി യുവതിയെ കാരിത്താസ് ആശുപത്രിയിലേക്ക് മാറ്റി. റോഡിലെ കുഴി കൃത്യമായി അടയ്ക്കാത്ത വാട്ടർ അതോറിറ്റിക്കെതിരെ കടുത്ത പ്രതിഷേധം നാട്ടുകാർ ഉയർത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഇടപെട്ട് കൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതുതായി നിർമ്മിച്ച ഇരുനില മന്ദിരം തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന സ്പോർട്സ് സ്കൂൾ പദ്ധതിയുടെ 1ാം ഘട്ടമായി നബാർഡിൽ നിന്നും 2 കോടി രൂപയും ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.70 കോടി രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പണിതത്. 15,000 ചതുരശ്ര അടിയിൽ 2 നിലകളിലായി 7 ക്ലാസ് മുറികൾ, 1 ഹാൾ, IT ലാബ്, ഓഫീസ്, ലൈബ്രറി, അടുക്കള, 2 സ്റ്റോർ റൂമുകൾ, 5 ശുചിമുറികൾ എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ ഉള്ളത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ N ജയരാജ് ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഡോക്ടർ N ജയരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കുന്നുംഭാഗം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടം, അതിൻ്റെ നിർമ്മാണം 2 ഘട്ടമായിട്ട് പൂർത്തീകരിച്ച് 3,70,00,000 രൂപ ചെലവഴിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഈ വരുന്ന 26-ാം തീയതി വൈകിട്ട് 4:30 ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ അതിൻ്റെ ഔദ്യോഗികമായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലീലാമണി M, സ്വാഗത സംഘം വൈസ് ചെയർമാൻ ആന്റണി മാർട്ടിൻ, PTA പ്രസിഡന്റ് ബിബിൻ K സെബാസ്റ്റ്യൻ, കൺവീനർ അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. MG സർവകലാശാല കലോത്സവത്തിന് ഈ മാസം 26-ന് തിരിതെളിയും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് കോട്ടയത്തെ കലോത്സവം നടക്കുന്നത്. 5 വേദികളിലായി 7000-ഓളം കലാപ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. MG സർവകലാശാല യൂണിയൻ കലോത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെ കോട്ടയത്ത് നടക്കും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് കലോത്സവത്തിന് പേര് നൽകിയിരിക്കുന്നത്. കോട്ടയം തിരുനക്കര മൈതാനമാണ് പ്രധാന വേദി. CMS കോളേജ്, ബസേലിയസ് കോളേജ് എന്നിവയാണ് മറ്റു വേദികൾ. 215 കോളേജുകളിൽ നിന്നും 7000-ലധികം വിദ്യാർത്ഥികൾ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. 13 മത്സര ഇനങ്ങൾ കൂടി ഇത്തവണ കലോത്സവത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 26-ന് വൈകുന്നേരം 4 മണിക്ക് നടൻ മുകേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ മന്ത്രി VN വാസവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രഗത്ഭനായ പ്രശസ്തനായ സിനിമാ നടൻ ശ്രീ മുകേഷ് ഉദ്ഘാടനം നിർവഹിക്കും. അടുത്ത കാലത്ത് ഏറ്റവും പ്രശസ്തമായി സിനിമാ മേഖലയിൽ വന്നിട്ടുള്ള 2 നടിമാരാണ്. ഒന്ന് അനശ്വര രാജനും 2 ദുർഗാകൃഷ്ണനും. ഈ 2 സിനിമാ താരങ്ങൾ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി 26-ന് ഉച്ചകഴിഞ്ഞ് 2:30 കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര ജാഥ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കും. വർണ്ണാഭമായ വിവിധ കലാരൂപങ്ങളോടുകൂടിയ റാലിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായി സിനിമാ താരങ്ങളായ അനശ്വര രാജൻ, ദുർഗാകൃഷ്ണ എന്നിവരും പങ്കെടുക്കും. 9 വേദികളിലായി 74 ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. മാർച്ച് 3-ന് വൈകുന്നേരം 5 മണിക്ക് സമാപന യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ VR രാഹുൽ, ജനറൽ കൺവീനർ മെൽബിൻ ജോസഫ്, പ്രോഗ്രാം കൺവീനർ B ആഷിഖ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
എലിക്കുളം പഞ്ചായത്തിന്റെ കൃഷിരീതികൾ നേരിട്ടറിയാൻ കർഷകരെത്തി. എലിക്കുളത്തിന്റെ തനത് കൃഷിരീതികൾ സംഘം കണ്ട് മനസ്സിലാക്കി. കൃഷിയിൽ വ്യത്യസ്ത മാതൃകകൾ അവലംബിക്കുന്ന എലിക്കുളം പഞ്ചായത്തിന്റെ കൃഷിരീതികൾ നേരിട്ടറിയാൻ ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് 25 അംഗ കർഷകരുടെ സംഘം എത്തി. ശനിയാഴ്ച രാവിലെയാണ് സംഘം എലിക്കുളത്തെത്തിയത്. എലിക്കുളത്തിന്റെ തനത് ചീരാങ്കുഴി ബ്ലാക്ക് ഗോൾഡ് കുരുമുളക് തൈ നൽകിയാണ് കർഷകരെ വരവേറ്റത്. പ്ലാവ്, കശുമാവ്, പൈനാപ്പിൾ, വാഴ, മരച്ചീനി, സമ്മിശ്ര കൃഷിത്തോട്ട മാതൃകകൾ എന്നിവ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. കൂടാതെ പഞ്ചായത്തിന്റെ ഫാം ടൂറിസം സാധ്യതകൾ, മത്സ്യകൃഷി യൂണിറ്റുകൾ, വിപണി മാതൃകകൾ, മൂല്യവർദ്ധിത യൂണിറ്റുകൾ എന്നിവയും സന്ദർശിക്കുകയും അവയുടെ സാധ്യതകളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ടം, പഞ്ചായത്ത് അംഗം എസ് ഷാജി എന്നിവരും കർഷകരോട് ചർച്ച നടത്തി. വലിയ പ്രശ്നം മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ചന്തകളിൽ കൂടെ കുറെ കാര്യങ്ങൾ വിറ്റഴിക്കുക. പക്ഷെ ആ മാർക്കറ്റിനെ എങ്ങനെയാണ് ഫലപ്രദമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് എന്ന ഒരു സ്ഥാപനം നമ്മൾ ഓപ്പൺ ചെയ്ത്. അങ്ങനെയാണ് കൂരാലി തന്നെയാണ് ഫാർമേഴ്സ് ഇൻഫർമേഷൻ ആൻഡ് കോർഡിനേഷൻ ഫോർ റെസിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള കർഷകരുടെ കൂട്ടായ്മ എന്നാണ് ഫേസിന്റെ ഒരു ഫുൾ ഫോം. ആ ഫേസ് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറെ പ്രവർത്തനങ്ങൾ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ റബ്ബറിനെ നിലനിർത്തി ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളിലേക്ക് ഫേസിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഇന്നിപ്പോൾ അതൊരു ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയായി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത് കമ്പനിയായി അത് മാറിയിട്ടുണ്ട്. മുൻ വർഷം ജില്ലയിലെ മികച്ച കാർഷിക മാതൃക പഞ്ചായത്തായി എലിക്കുളം പഞ്ചായത്തിനെ കൃഷി വകുപ്പ് ആദരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, എലിക്കുളം. കുമളി കമ്പം റൂട്ടിൽ KSRTCക്ക് പുതിയ സർവീസ് അനുവദിച്ചു. കോട്ടയം KSRTC ഡിപ്പോയിൽ നിന്നാണ് ബസ് അനുവദിച്ചിരിക്കുന്നത്. KSRTC ഡിപ്പോയിൽ നടന്ന സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ കോട്ടയം ഡിപ്പോയുടെ ഒരു വളർച്ചയുടെ നേരത്തെ ഇതെല്ലാം കേട്ടതോടുകൂടി നമ്മൾ കൃത്യമായി ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ആ പഴയ രൂപത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾ ജീവനക്കാരും അതോടൊപ്പം തന്നെ ജനങ്ങളും സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം പാലായിൽ നടന്നു. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ സൃഷ്ടിക്കുന്നത് അധ്യാപകരാണെന്ന് ജോസ് കെ മാണി MP. കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം പാലായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇൻഫർമേഷന് വേണ്ടി അധ്യാപകരെ ആവശ്യമില്ലാത്ത കാലമാണിതെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു. സമൂഹത്തിന്റെ ട്രാൻസ്ഫർമേഷനാണ് അധ്യാപകരിലൂടെ നടക്കേണ്ടിയത്. വിദ്യാർത്ഥികളിലുള്ള കഴിവുകളെ ഉണർത്തുകയെന്നത് അധ്യാപകന്റെ കടമയാണ്. ലോകത്തെ രൂപപ്പെടുത്തിയെടുക്കുകയെന്ന വലിയ ദൗത്യമാണ് അധ്യാപകർക്കുള്ളതെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഏത് ഒരു ഈ പറഞ്ഞ ഭരണാധികാരിയാണ് പൊളിറ്റീഷ്യൻ, ഇവരെ എല്ലാം രൂപപ്പെടുന്നത് അവരെല്ലാം പ്രൊഫഷണൽസ്. ആ പ്രൊഫഷനെ രൂപപ്പെടുന്ന നിൽക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ടീച്ചർ എന്നൊരു പ്രൊഫഷനെയാണ്. അവരാണല്ലോ അവരെ വിളിക്കുന്നത്, അവരാണല്ലോ പഠിച്ച് വലുതാതെ സൃഷ്ടിക്കുന്നത്. തീർച്ചയായും അത് അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പരിഗണന കൊടുക്കേണ്ടത്. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSTF സംസ്ഥാന പ്രസിഡന്റ് ടോബിൻ K. അലക്സ് അധ്യക്ഷനായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി ജോക്കസ്, സംസ്ഥാന വനിതാ സെൽ കൺവീനറും അവാർഡ് ജേതാവുമായ മിനി M. ജേക്കബ്, സംസ്ഥാന സെക്രട്ടറി ജിറ്റോ ലൂയിസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോയി ജോസഫ്, ബിനോയ് നരിതൂക്കിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള കോൺഗ്രസ് M ജില്ലാ സംസ്ഥാന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. മാർത്തോമ പൈതൃക സംഗമവും റാലിയും ഞായറാഴ്ച കോട്ടയത്ത് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോട്ടയം ബെസേലിയസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന റാലി നെഹ്റു സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഇതിന് മുന്നോടിയായി വിളംബര ജാഥ നടന്നു. ജാഥയ്ക്ക് മണർകാട് കാവുംപടി ക്ഷേത്രാങ്കണത്തിൽ സ്വീകരണം നൽകി. സ്വീകരിച്ചതിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നന്ദിയും സ്നേഹവും ആദരവും ഇവിടുത്തെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. സർവേശ്വരൻ ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാലായിൽ കരിയർ എക്സ്പോ നടന്നു. ദിശ എന്ന പേരിലാണ് മെഗാ തൊഴിൽ മേള നടന്നത്. കേരള സംസ്ഥാന യുവജന കമ്മീഷനും പാലാ സെന്റ് തോമസ് കോളേജും കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി കരിയർ എക്സ്പോ ദിശ എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിൽ നടന്ന തൊഴിൽമേള ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ആ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ റിക്രൂട്ടേഴ്സ് വന്നിട്ട് അവർ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ ജോബ് ഫെയർ എന്താണ് നടക്കുന്നത്?
ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇവിടെ സൂചിപ്പിച്ചത് 60ഓളം കമ്പനികൾ റിക്രൂട്ടേഴ്സ് ഇവിടെയുണ്ട്. കാൻഡിഡേറ്റ്സ് ഇവിടെ വന്നിട്ട് ആ റിക്രൂട്ടേഴ്സിൽ നിന്ന് കാൻഡിഡേറ്റിന് ചൂസ് ചെയ്യാനൊരു അവസരമാണ്. ഏത് വേണം, എങ്ങനെ വേണം, ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് അധ്യക്ഷത വഹിച്ചു. മോൺസീനിയോർ ഡോക്ടർ ജോസഫ് തടത്തിൽ, പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, യുവജന കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ്, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സജയൻ ജി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നായി 50ലേറെ കമ്പനികൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പൊൻകുന്നം ഏരിയ കൺവെൻഷൻ പൊൻകുന്നത്ത് തുടങ്ങി. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച വരെയാണ് ക്യാമ്പ്. വെള്ളിയാഴ്ച വൈകിട്ട് സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ രാജു ആനിക്കാട്, പാസ്റ്റർ ഷമീർ കൊല്ലം തുടങ്ങിയവർ പ്രഘോഷണം നടത്തും. അറിയിപ്പ്: രാമപുരം പഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് വേണ്ടിയുള്ള ആംബുലൻസ് ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് ശേഖരണത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവറെ നിയമിക്കുന്നു. 50 വയസ്സിൽ താഴെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ 29-നകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. രാമപുരം പഞ്ചായത്ത് ഓഫീസിൽ ഒഴിവുള്ള ക്ലർക്ക് തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 29-നകം പഞ്ചായത്ത് ഓഫീസിൽ നൽകണം. കുടുക്കച്ചിറ ഗവൺമെന്റ് LP സ്കൂളിൽ നിലവിലുള്ള അധ്യാപക ഒഴിവിലേക്ക് TTC പാസ്സായ കേട്ടറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ 26-ന് പകൽ 2-ന് സ്കൂളിൽ നടത്തുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് യുവതിക്ക് പരിക്ക്. പുതുപ്പള്ളി തലപ്പാടി റോഡിന് കുറുകെ കുഴിച്ച കുഴി കൃത്യമായി മൂടിയില്ല. യുവതി ചികിത്സയിൽ. കാഞ്ഞിരപ്പള്ളി ഹൈസ്കൂളിന് പുതിയ ഇരുനില മന്ദിരം പൂർത്തിയായി. തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. കെട്ടിടം പണിതത് 3.25 കോടി രൂപ ചെലവഴിച്ച്. MG സർവകലാശാല കലോത്സവത്തിന് ഈ മാസം 26-ന് കോട്ടയത്ത് തിരിതെളിയും. തിരുനക്കര മൈതാനം പ്രധാന വേദി. 7000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.